പരമ്പരാഗത വിതരണ പാതകളെയും പ്രദേശങ്ങളെയും ഒക്കെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ഒരു നിർണായക ചുവടുവെപ്പിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യ. പശ്ചിമേഷ്യയിലെ സംഘർഷം അതിനു പിന്നാലെ ഇന്ത്യയുടെ നിർണായക ഊർജ്ജ പങ്കാളിയായി മാറുന്നു അർജന്റീന. അർജന്റീനയിൽ നിന്നുള്ള പാചകവാതക ഇറക്കുമതി വർദ്ധിച്ചതായിട്ടാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള പാചകവാതകത്തിന്റെ 60% ഇതുവരെ നടത്തിയിരുന്നത് ഹോർമൂസ് വഴിയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം ഇത്രയും രൂക്ഷമായപ്പോൾ അതിന് പിന്നാലെ ഇന്ത്യയിലും ഊർജ്ജ പ്രതിസന്ധി നേരിട്ടു. അർജന്റീനയിലെ ബഹിയ ബളാങ്കയും ഗുജറാത്തിലെ ദഹേജ് തുറമുഖവും തമ്മിൽ 20,000 കിലോമീറ്ററാണ് ദൂരം. 2026 ഇതുവരെ അർജന്റീനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് 50,000 ടൺ LPG എത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 39,000 ടൺ സംഘർഷം രൂക്ഷമാകുന്നതിന് മുൻപ് അർജന്റീനയിലെ ബഹിയ ബ്ലാങ്ക തുറമുഖത്ത് നിന്ന് ഇന്ത്യയിൽ എത്തിയിരുന്നു. മാർച്ച് 5-ന് 11,000 ടൺ LPG കൂടി ഇന്ത്യയിലേക്ക് അയച്ചു. ഇങ്ങനെ പല വഴിയിൽ കൂടി മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇന്ധനം എത്തുകയാണ്. 2025-ൽ 22,000 ടൺ മാത്രമായിരുന്നു ഇറക്കുമതി ചെയ്തത്. 2024 വരെ അർജന്റീനയിൽ ഇന്ത്യ LPG ഇറക്കുമതി ചെയ്തിരുന്നില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജ ബന്ധത്തിലെ ഒരു വളർച്ച തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അർജന്റീനയിൽ നിന്ന് ഇന്ത്യ LPG ഇറക്കുമതി ചെയ്യുന്നതിലുള്ള വെല്ലുവിളികൾ എന്നാൽ ഇന്ത്യ നിഷേധിക്കുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അർജന്റീനയിലെ ബഹിയ ബ്ലാങ്കയും ഗുജറാത്തിലെ ദഹേജ് തുറമുഖവും തമ്മിൽ 20,000 കിലോമീറ്ററാണ് ദൂരം. ഗതാഗതത്തിന് ഏറ്റവും ചെലവ് കൂടിയ പാതകളിലൊന്നാണ്. കാലാവസ്ഥാ സംബന്ധമായ അപകട സാധ്യതകളുണ്ട്. ഇതൊക്കെ വിതരണത്തിന് കൂടുതൽ സമയം എടുക്കും. അത് തന്നെയല്ല, ഇതൊക്കെയാണ് ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് പരമ്പരാഗത വിതരണ പാതകളെ മാറ്റുക, പ്രദേശങ്ങളെ മാറ്റുക, അമിതമായി ഇവരെയൊക്കെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, അതിനുള്ള ഒരു നിർണായക ചുവടുവെപ്പാണിത്. അതേസമയം മറ്റൊരു വാർത്ത വരുന്നത് ഇറാനിൽ നിന്ന് ആദ്യമായി LPG 2019 ശേഷം ഇന്ത്യ വാങ്ങുകയാണ്. ഇറാനിൽ നിന്നുള്ള LPG വഹിച്ചുകൊണ്ടുള്ള അറോറ എന്ന കപ്പലുടൻ തന്നെ മംഗളൂരു തുറമുഖത്ത് എത്തും എന്നാണ് റിപ്പോർട്ടുകൾ. 2019 അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് ഇറാനിൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതി ഇന്ത്യ നിർത്തിയതാണ്. അമേരിക്ക ഉപരോധങ്ങളിൽ താൽക്കാലികമായി ഇളവ് നൽകിയതിനെ തുടർന്നാണ് വർഷങ്ങൾക്ക് ശേഷം ഇറാനിൽ നിന്ന് ഇന്ത്യ LPG വാങ്ങാൻ തുടങ്ങുന്നത്. ഇറാനിൽ നിന്നുള്ള ഈ LPG കാർഗോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ 3 പൊതുമേഖലാ കമ്പനികൾ പങ്കിട്ടെടുക്കും എന്നാണ് ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ഒരു വ്യാപാരി വഴിയാണ് വാങ്ങിയത്. അത് തന്നെയല്ല, രൂപയിൽ പണം നൽകാനാണ് തീരുമാനമെന്നും വിവരങ്ങളുണ്ട്. ഇറാനിൽ നിന്ന് കൂടുതൽ LPG വാങ്ങാനുള്ള സാധ്യതകളും ഇന്ത്യ പരിശോധിക്കുന്നു. അതേസമയം ഇറാനും അമേരിക്ക ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഊർജ്ജ വിതരണം തടസ്സപ്പെട്ടത് ഇന്ത്യയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ദശാബ്ദങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ പാചകവാതക പ്രതിസന്ധിയാണ് രാജ്യം ഇപ്പോൾ നേരിടുന്നത്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് വിതരണത്തിൽ കുറവുണ്ടാകാതിരിക്കാൻ വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള വിതരണത്തിൽ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ LPG ഇറക്കുമതിക്കാരായ ഇന്ത്യ തങ്ങളുടെ ആവശ്യത്തിന്റെ 60% വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് കണ്ടെത്തുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ റഷ്യയിൽ നിന്ന് വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഏപ്രിൽ മാസത്തെ വിതരണത്തിനായി ഏകദേശം 6 കോടി ബാരൽ റഷ്യൻ എണ്ണയാണ് ഇന്ത്യൻ റിഫൈനറികൾ വാങ്ങുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടത് ഇന്ത്യയെ റഷ്യൻ വിപണിയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ഫെബ്രുവരി മാസത്തെ അപേക്ഷിച്ച് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ഇരട്ടിയിലധികം വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ബ്രെന്റ് ക്രൂഡ് വിലയേക്കാൾ $5-15 വരെ അധിക തുക നൽകിയാണ് പുതിയ കരാറുകൾ ഉറപ്പിച്ചത് എന്നതാണ് ശ്രദ്ധേയം. മാർച്ച് 12-ന് മുൻപ് കപ്പലുകളിൽ കയറ്റിയ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകിയ പ്രത്യേക ഇളവാണ് ഇന്ത്യക്ക് ഗുണകരമായത്. ഇതോടെ റഷ്യൻ എണ്ണ വാങ്ങുമ്പോൾ US ഉപരോധമോ അധിക നികുതിയോ ഇന്ത്യ നേരിടേണ്ടി വരില്ല. നേരത്തെ അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് റഷ്യൻ എണ്ണ ഒഴിവാക്കിയിരുന്ന മംഗളൂരു റിഫൈനറി, ഹിന്ദുസ്ഥാൻ മിത്തൽ എനർജി തുടങ്ങിയ കമ്പനികൾ വീണ്ടും റഷ്യൻ വിപണിയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറാഖിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും വാങ്ങിയ എണ്ണ പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് കമ്പനികളെ വീണ്ടും റഷ്യയിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചത്. റഷ്യയെ കൂടാതെ വിതരണ ശൃംഖല വൈവിധ്യവൽക്കരിക്കാനും ഇന്ത്യ ശ്രമിക്കുന്നു. ഇതിന്റെ ഭാഗമായി വെനസ്വേലയിൽ നിന്ന് ഏപ്രിൽ മാസത്തിൽ 80 ലക്ഷം ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്യാനാണ് പദ്ധതി. സാധ്യമായ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും എണ്ണയും ഗ്യാസും ലഭ്യമാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. അതേസമയം വർദ്ധിച്ചു വരുന്ന ആവശ്യകതയും ഉയർന്ന എണ്ണവിലയും കാരണം റഷ്യ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം റഷ്യ നേടുന്ന ഏറ്റവും ഉയർന്ന ലാഭമാണിത്. ന്യൂസ് ഡെസ്ക് കർമ്മ.